നമ്മൾ 35 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്തിരുന്നത്. അടുത്ത 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ മാനേജ്മെന്റ് എടുക്കുന്ന അവസരത്തിൽ അതുമായി ബന്ധപ്പെട്ട് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് അല്ല, ജനറൽ മാനേജ്മെന്റിന്റെ ഭാഗമാണ്. ആ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട അഡീഷണൽ ക്വസ്റ്റ്യൻസും കൂടി വരും. ഇപ്പം നമ്മളതിൻ്റെ ആ ആൻസർ മാത്രം ഒന്ന് റെഫർ ചെയ്ത് പോവുകയാണ്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഈസ് ആൻ എലമെന്റ് ഓഫ് ഡയറക്റ്റിംഗ് എന്നാണ് ആൻസർ. ഡയറക്ഷൻ എന്നുള്ളതാണ്. നമുക്ക് അടുത്ത കോർപ്പറേഷൻ്റെ ഭാഗത്തേക്ക് പോകാം. NCCF വാസ് എസ്റ്റാബ്ലിഷ് ഇൻ ദ ഇയർ ഡാഷ്. നമുക്കറിയാം NCCF രൂപീകരിച്ചത് 1965 അതേ വർഷം തന്നെയാണ് കൺസ്യൂമർ ഫെഡ്, നമ്മുടെ NCCF ദേശീയ തലത്തിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന്റെ അപ്പെക്സ് സ്ഥാപനമാണ്. സംസ്ഥാന ലെവലിലെ അപ്പെക്സ് സ്ഥാപനം കൺസ്യൂമർ ഫെഡാണ്. കൺസ്യൂമർ ഫെഡും അപ്പെക്സ് ദേശീയ നാഷണൽ അപ്പെക്സ് സ്ഥാപനമായ NCCFും ഒരേ വർഷമാണ്. അതിൻ്റെ ആൻസർ 65 1965 അത് രൂപീകൃതമായത്. നമ്മുടെ NDDB രൂപീകരിച്ചതും അതേ വർഷം തന്നെയാണ്. അത് ഡയറി മേഖലയുമായി ബന്ധപ്പെട്ട കോപ്പറേറ്റീവ്സ് അല്ല, ഒരു ബോർഡാണ്. അതും 65. അതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. NCCF എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ എന്നാണ്. NCCFിൻ്റെ ഹെഡ്ക്വാർട്ടർ ന്യൂഡൽഹിയാണ്. അപ്പം NCCFിൻ്റെ ഹെഡ്ക്വാർട്ടർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ NCCFിൻ്റെ ഫുൾ ഫോമും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2 സിക്കകത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ചോയ്സാണ് ബ്രാക്കറ്റിൽ വന്നിരുന്നത്. അപ്പോൾ ആദ്യം നാഷണൽ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഫെഡറേഷൻ എന്ന് തിരിച്ച് ചോയ്സിലുണ്ടായിരുന്നു. ഇപ്പം നമ്മളതൊന്ന് ചിലപ്പോൾ നമ്മളെ നിസ്സാരമായി കാണുന്നൊരു ക്വസ്റ്റ്യനാണിത്. അത് ഈ ഫുൾ ഫോമിൻ്റെ എല്ലാ കാര്യത്തിലും നമ്മൾ നിസ്സാരവൽക്കരിക്കാറുണ്ട്. പക്ഷെ അവിടെ ചിലപ്പോൾ ഈ ചോയ്സ് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. കാരണം നമ്മൾ അങ്ങനെ ആധികാരികമായി ഓരോ ഫുൾ ഫോമുകളും അങ്ങ് കട്ടിയായി പഠിച്ചു വെച്ചിരിക്കുന്നതായിരിക്കണമെന്നില്ല. അതെല്ലാം ഒരു ഉപരിപ്ലവമായി മാത്രം മനസ്സിലാക്കി അങ്ങ് പോവുകയാണ്. ഇപ്പം NCCFിൻ്റെ ഫുൾ ഫോം നിങ്ങൾ ഇതിൻ്റെ മാത്രമല്ല എല്ലാത്തിൻ്റെയും കാര്യമാണ് പറയുന്നത്. NCCFിന് പ്രത്യേകതയുണ്ടെന്ന് പറയുകയല്ല. ഇവിടെ അത് പറയുമ്പോൾ എല്ലാ ഫുൾ ഫോമിൻ്റെയും കാര്യത്തിലുള്ള പൊതുവായൊരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഫുൾ ഫോം പഠിക്കുന്ന അവസരത്തിൽ നമ്മൾ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ എന്ന് പഠിച്ചങ്ങ് പോവുകയാണ്. വായിച്ചപ്പോൾ തന്നെ നമുക്കങ്ങ് ഓക്കെ ആയി പോകുന്നതാണ്. അവിടെ ചെന്നിരിക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന ഈ ചോയ്സാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ചില ഫുൾ ഫോമുകളെ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മളതിൻ്റെ ആൻസർ ചോയ്സിലേക്ക് പോകാതെ ഒന്ന് മനസ്സിൽ വെച്ചിട്ടേ ചോയ്സിലേക്ക് പോകാവൂ. അത് ചില ക്വസ്റ്റ്യൻസുകൾക്കൊക്കെ അങ്ങനെ ഉണ്ട്. അത് നമ്മുടെ മനസ്സിൽ വെച്ച് തന്നെ ആൻസർ ഒന്ന് ആക്കിയെടുത്തിട്ട് പിന്നെ ചോയ്സിലേക്ക് പോകുക. മറിച്ച് ആദ്യം ചോയ്സിലേക്ക് പോയിട്ട് പിന്നെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ചിലവ് പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് NCCFിൻ്റെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വേറെ അനേകം ഫുൾ ഫോമുകൾ ചോദിച്ചിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാം. അതൊക്കെ നമ്മൾ വരുന്ന ക്വസ്റ്റ്യനുകളിലൊക്കെ കാണും. അപ്പോൾ ഇതിൻ്റെ ഹെഡ്ക്വാർട്ടർ ചോദിച്ചിട്ടുണ്ട്, ന്യൂഡൽഹിയാണ്. ഈ പരീക്ഷയ്ക്ക് ചോദിച്ചത് അത് രൂപീകരിച്ച വർഷമായിരുന്നു എന്ന് മാത്രം. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക.
ഭാരത് ജൈവ. ഇപ്പം ജൈവവളമാണ്. ജൈവ എന്ന് ഉദ്ദേശിക്കുന്നത് ജൈവവളമാണ്. നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് പകരമുള്ള ജൈവവളം. അപ്പോൾ ഭാരത് ജൈവ എന്ന് പറയുന്ന ജൈവവളം ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ന്യൂട്രിക്കോ വെളിച്ചെണ്ണയായാലും റബ്കോ റബ്ബുഡ് ആണെങ്കിലും റെയിൻബോ ചപ്പലാണെങ്കിലും ഒക്കെ റബ്കോയാണ്. എന്നാൽ റബ്ബർ മാർക്ക് ഈ പെരിയാർ മിക്സ്ചർ, ഭാരത് ജൈവ, കേരള ജൈവ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇപ്പോൾ പ്രധാനമായിട്ടും അവർ ഭാരത് ജൈവയാണ് പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നുള്ളത് കൊണ്ട് ബുക്കുകളിലെല്ലാം കിടക്കുന്നതായതുകൊണ്ട് അതാണ് ആ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഭാരത് ജൈവ എന്ന് പറയുന്നത് അത് ജൈവവളമാണ്. അതൊരു വളമാണെന്നോട് ഓർക്കുക, ഫെർട്ടിലൈസർ ആണെന്ന് ഓർക്കുക. അത് റബ്ബർ മാർക്കിൻ്റെയാണ്. അപ്പം നമുക്ക് റബ്ബർ മാർക്ക് എന്ന് പറയുന്ന അപ്പെക്സ് സ്ഥാപനം, നമ്മുടെ റബ്ബർ കോപ്പറേറ്റീവ്സിന്റെ അപ്പെക്സ് സ്ഥാപനം റബ്ബർ മാർക്കാണ്. റബ്കോ ഒരു ഫെഡറൽ സൊസൈറ്റിയാണ്, അതിൻ്റെ അപ്പെക്സ് സ്ഥാപനമല്ല. റബ്ബർ മാർക്ക് 2 ടയർ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അത് വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്, വന്നാൽ അതിനകത്ത് കൂടുതൽ വരും. റബ്ബർ മാർക്ക് വാസ് രജിസ്റ്റേർഡ് ഇൻ 1971 വിത്ത് ഹെഡ്ക്വാർട്ടർ അറ്റ് കൊച്ചി, എറണാകുളം ആസ്ഥാനമാക്കി 1971 റൂബക്ക് ബലൂൺ അവർ ഉൽപ്പാദിപ്പിക്കുന്ന, റബ്ബറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ബലൂണാണ് റൂബക്ക് ബലൂൺ. അതിൻ്റെ ഉൽപ്പാദക റബ്ബർ മാർക്കാണ്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ട ഭാരത് ജൈവ എന്ന് പറയുന്ന ഫെർട്ടിലൈസർ ഉൽപ്പാദിപ്പിക്കുന്നത് റബ്ബർ മാർക്കാണ്. ഇത് മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ചില പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. റബ്ബർ മാർക്കുമായി ബന്ധപ്പെട്ട് ഒരുപാടൊന്നും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്നാണ് ഫുൾ ഫോം. അതിന് വരുമ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്നാണ്. അപ്പം അത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്നാണ്. നമ്മൾ കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ്സ് ലിമിറ്റഡ് എന്നാണ് റബ്കോയുടെ നമ്മൾ കണ്ടത്. അത് ഓർത്ത് വെക്കണം. അത് കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇത്രയും ഇതിനകത്തുള്ളൊന്ന് ഓർത്ത് വെക്കുക. അടുത്തത് കിഗ്മ എന്ന് പറയുന്ന സ്ഥാപനം എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഹെഡ്ക്വാർട്ടർ എന്നർത്ഥം. അപ്പോൾ ഒരു കിഗ്മ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായതുകൊണ്ട് അതിൻ്റെ ഹെഡ്ക്വാർട്ടർ എന്ന് ചോദിക്കാൻ, കാരണം ബ്രാഞ്ചുകളൊന്നും അല്ലല്ലോ ഉള്ളത്. അതുകൊണ്ട് അത് എവിടെ സ്ഥിതി ചെയ്തിരിക്കുന്നു എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ നമുക്കറിയാം, തിരുവനന്തപുരം നെയ്യാർ ഡാമിലാണെന്ന് നിങ്ങൾക്കറിയാം കിഗ്മയുടെ ആസ്ഥാനം. അതുമായി ബന്ധപ്പെട്ട് വേറെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, കിഗ്മയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്നാണ്. അപ്പോൾ ഒരു മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കിഗ്മ. MBA പോലുള്ള മാനേജ്മെന്റ് പഠനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് കിഗ്മ. അപ്പോൾ അതിൻ്റെ ആ ഫുൾ ഫോം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കിംബിൻ്റെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിച്ച പറഞ്ഞ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേക്കിംഗ് ദ ബെസ്റ്റ് എന്ന് നമ്മൾ കണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പേര് പുതിയ മാറ്റിയത് നമ്മൾ കണ്ടു, സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടത്. കിഗ്മയുടെ ഫുൾ ഫോം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്നാണ് കിഗ്മയുടെ ഫുൾ ഫോം. ഇതിൻ്റെ ഉടമസ്ഥാവകാശവും അതിൻ്റെ മാനേജ്മെൻറ്റും അതിൻ്റെ നിയന്ത്രണവുമെല്ലാം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഒരു മാനേജ്മെൻറ്റ് പഠനം നടത്തുന്ന ഒരു കോളേജാണ് കിഗ്മ. ഇതൊരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതായത് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്ന MBA പോലുള്ള ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇത് 2009 രൂപീകൃതമായത്.
രൂപീകൃതമായെന്ന് വെച്ചാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നെയ്യാർ ഡാമിൽ ഈ കിക്മ സ്ഥാപിക്കുന്നത് 2009 അത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, റീജിയണൽ ഓർഗനൈസേഷനാണ്. അത് നമുക്കറിയാം, കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. അപ്പോൾ അത് കോപ്പറേറ്റീവ് സഹകരണ സ്ഥാപനമല്ല. അപ്പം ഇത് പെട്ടെന്ന് നമുക്ക് എളുപ്പം വേണമെങ്കിൽ മനസ്സിലേക്ക് കടന്നു വരാവുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു സഹകരണ സംഘമല്ല. അപ്പം അതൊരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. പിന്നെ ഇത് നിയമപരമായി രൂപീകരിച്ചതാണോ, ഏതെങ്കിലും നിയമത്തിൻ്റെ പിൻബലത്തിൽ രൂപീകരിച്ചതാണോ അല്ലയോ എന്നുള്ള ചോദ്യമാണ്. നമുക്കറിയാം, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നിയമാനുസൃതം രൂപീകൃതമായൊരു സ്ഥാപനമാണ്. അത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രൂപീകൃതമായതാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 89 പ്രകാരം രൂപീകൃതമായതാണ്. അപ്പം അതൊരു നിയമാനുസൃതമായി രൂപീകരിച്ചതാണ്. ഒരു നിയമത്തിൻ്റെ പിൻബലമുണ്ട്. ആ നിയമം എന്ന് പറയുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. ആ പിൻബലമുള്ള ആക്ടിലെ 89ാമത്തെ സെക്ഷൻ പ്രകാരമാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പിന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ രൂപീകൃതമായ വർഷം ചോദിച്ചിട്ടുണ്ട്. 1970. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ മാസവും ദിവസവും കൂടിയാണ് നമ്മളൊന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും 1970 ആണ് ഓർത്തു വെക്കേണ്ടത്. പിന്നെ ഇതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി എഴുതിയെന്ന് മാത്രം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ക്രിയേറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള. കേരള സംസ്ഥാന ഗവൺമെൻറ് രൂപീകരിച്ച ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. പിന്നെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു ചോദ്യം വന്നിട്ടുള്ളത്, ഈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ജേണൽ, പല സ്ഥാപനങ്ങൾക്കും ജേണലുകളുണ്ട്. അത് ആ ജേണലിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്ഥാപനങ്ങളുടെ ജേണലിനെ പറ്റി പറയാം. ഇവിടെ നമ്മുടെ ചോദ്യത്തിൻ്റെ പ്രസക്തി ആൻസർ വരുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് അതിന് മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള അതുമായി കണക്ട് ചെയ്ത ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം അതുകൊണ്ട് കേരള ജേണൽ പബ്ലിഷ്ഡ് ബൈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കേരള സഹകരണ ജേണൽ എന്ന് പറഞ്ഞുകൊണ്ട് കേരള സഹകരണ ജേണൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു നമ്മുടെ ഒരു കോപ്പറേറ്റീവ് ജേണൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷൻ ചോദിച്ചിട്ടുണ്ട്, 89 ആണ്. അപ്പം അത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചോദ്യത്തിന് കണക്ട് ചെയ്ത ചില ക്വസ്റ്റ്യൻസുകൾ പരീക്ഷയ്ക്ക് പലകുറി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇപ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് ഇതാണ്. ഇനിയും ചിലപ്പോൾ ചോദിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് വാക്കുകൾ നമ്മൾ ചേർത്തുന്നുള്ളേ ഉള്ളൂ. ഇതാരാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഓഫ് കേരളയാണ് രൂപീകരിച്ചതെന്ന് ഇവിടെ ഓർക്കുക. ഫസ്റ്റ് യൂണിയൻ സ്റ്റാർട്ടഡ് ഇൻ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻ ഇന്ത്യ ഈസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഇന്ത്യയിൽ തന്നെ സഹകരണ മേഖലയിൽ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി, അതായത് ആദ്യകാലത്ത് കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന് വേണ്ടി, കോപ്പറേറ്റീവ് ട്രെയിനിങ് കൈകാര്യം ചെയ്യാൻ വേണ്ടി, സഹകരണ പരിശീലനത്തിന് വേണ്ടിയുള്ള സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം മേൽനോട്ടം വഹിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയിലെ സെൻട്രൽ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് പറയുന്ന സ്ഥാപനമായിരുന്നു. എന്നാൽ പിന്നീട് സർക്കാർ ഇടപെട്ടും അല്ലാതെയുമൊക്കെ പല സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലാകമാനം വിവിധ സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ രൂപീകരിച്ചിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഈ ഇന്ത്യയിൽ ആകമാനം ഉണ്ടായിട്ടുള്ള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുകളിൽ ട്രെയിനിങ് സംവിധാനം, കോപ്പറേറ്റീവ് ട്രെയിനിങ്
ആരംഭിച്ച ആദ്യത്തെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. കോപ്പറേറ്റീവ് യൂണിയനുകൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആരംഭിച്ചതിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. എന്നുവെച്ചാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ച കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്നല്ല, ഇന്ത്യയിൽ ആകമാനമുള്ള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുകളൊക്കെ എടുത്താൽ അതിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ച ആദ്യത്തെ യൂണിയൻ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു നോൺ ഒഫീഷ്യൽ ഓർഗനൈസേഷനാണ്. നമുക്കറിയാം, ദേശീയ സഹകരണ യൂണിയനും സംസ്ഥാന സഹകരണ യൂണിയനുകളും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനുമൊക്കെ ഒരു ഉദ്യോഗസ്ഥരായിട്ടുള്ള ഇപ്പം കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് AR ഓഫീസ് ആണെങ്കിലും JR ഓഫീസ് ആണെങ്കിലും രജിസ്ട്രാർ ഓഫീസൊക്കെ ആണെങ്കിലും ഒഫീഷ്യൽസാണ്, ഉദ്യോഗസ്ഥർ ആണ് ഇത് മൊത്തം നയിക്കുന്നത്. എന്നാൽ കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ളൊരു ഉയർന്ന സ്ഥാപനമല്ല. അതിൽ ഉദ്യോഗസ്ഥരില്ല എന്നല്ല, പക്ഷെ അത് നയിച്ചുകൊണ്ട് പോകുന്നത് അനുദ്യോഗസ്ഥരാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്, സംഘത്തിൻ്റെ കമ്മിറ്റിക്കാർ ചേർന്ന ഒരു കമ്മിറ്റിയാണ് എന്നുള്ളത് കൊണ്ട് ഇതൊരു ഒഫീഷ്യൽ ഹൈറാർക്കിയിലെ ഏറ്റവും ഉയർന്ന സ്ഥാപനമല്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സഹകരണ മേഖലയുടെ നോൺ ഒഫീഷ്യൽ ഹൈറാർക്കിയിൽ നോൺ ഒഫീഷ്യൽ സെക്ടറിൽ കേരളത്തിലെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ് നോൺ ഒഫീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. നാഷണൽ ലെവലിൽ ഏറ്റവും വലിയ നോൺ ഒഫീഷ്യൽ ബോഡി നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ്. നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ അതുകൊണ്ട് തന്നെ ഒരു നോൺ ഒഫീഷ്യൽ ബോഡിയാണ്. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് പറയാൻ കാരണം നിയമാനുസൃതം രൂപീകൃതമായതാണ്. നോൺ ഒഫീഷ്യൽ ബോഡിയാണെന്ന് പറയാൻ കാരണം അതിൻ്റെ ഭരണ സംവിധാനം നയിക്കുന്നത് ഉദ്യോഗസ്ഥരടങ്ങുന്ന വൃന്ദമല്ല, മറിച്ചൊരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി ആയതുകൊണ്ട് സഹകരണ മേഖലയിലെ സംസ്ഥാനത്തെ അപ്പെക്സ് നോൺ ഒഫീഷ്യൽ ഓർഗനൈസേഷനാണ് നമ്മുടെ SCCU അഥവാ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ആദ്യം ഇത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ലിമിറ്റഡ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അന്ന് അതിൻ്റെ പ്രസിഡന്റ് KR ഇലങ്കത്തായിരുന്നു. പിന്നീട് അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് മാത്രമാക്കി. അപ്പോൾ അതിൻ്റെ ചെയർമാൻ PG മേനോനാണ്. അപ്പം അതുകൊണ്ട് ഫസ്റ്റ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ KR ഇലങ്കത്തും, ഫസ്റ്റ് ചെയർമാൻ ചോദിച്ചാൽ PG മേനോനും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. തിരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. അതിന് ഒന്നുകിൽ ഇലങ്കത്ത് PG മേനോൻ രണ്ടുപേരെയും പറ്റി നമുക്ക് അറിയാവുന്നവരാണെങ്കിൽ പ്രസിഡന്റ് ആരാന്ന് മാത്രം ഓർത്ത് വെക്കുക. പ്രസിഡന്റും ചെയർമാനെന്നും പണ്ട് രണ്ടായിട്ട് പഠിച്ചു വെച്ചാൽ അവിടെ ചെന്നിരിക്കുമ്പോൾ ചെയർമാൻ ആരാ പ്രസിഡന്റ് ആരാന്ന് പ്രസിഡന്റ് KR ഇലങ്കത്ത് എന്നങ്ങ് പഠിച്ചു വെച്ചാൽ പിന്നീട് ചെയർമാൻ ചോദിച്ചാൽ PG മേനോൻ എഴുതാമല്ലോ. അത് നിങ്ങളുടെ യുക്തി അനുസരിച്ച് ചെയ്യുക. പിന്നെ ഇത് അടുത്തൊരു ചോദ്യമായിരുന്നു, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ രൂപീകരിച്ചത് ഏതൊക്കെ സ്ഥാപനങ്ങൾ മെർജ് ചെയ്തുകൊണ്ടായിരുന്നെന്നാണ്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആൾ ഓഫ് ദീസ് ആയിരുന്നു. കാരണം 3 സ്ഥാപനത്തിൻ്റെ പേര് ABC എന്ന് കൊടുത്തു. 4ാമത്തെ ചോയ്സ് D ആൾ ഓഫ് ദി എബവ് ആയിരുന്നു. അപ്പം നമുക്കറിയാം 3 സ്ഥാപനങ്ങൾ മെർജ് ചെയ്തുകൊണ്ടാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ രൂപീകരിക്കുന്നതെന്ന് ഓർക്കുക. അത് കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടും നോർത്ത് മലബാർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടും ട്രാവൻകൂർ കോപ്പറേറ്റീവ് യൂണിയനും 3 സ്ഥാപനങ്ങൾ മെർജ് ചെയ്തുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ രൂപീകൃതമായത്. അതും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഞാൻ ഇടയ്ക്ക് 2-3 ക്വസ്റ്റ്യൻ ചർച്ച ചെയ്തപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കാനൊരു വിട്ടുപോയായിരുന്നു.
അപ്പം അതിന് ഏതെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾക്ക് സാറേ കിക്മയുടെ ഇയർ 1999 അല്ലേ? അത് കിക്മയല്ല, കിക്മ കെയ്പ്പാണ് 99. ഇതാണ് ഞാൻ കണ്ട പോലെ തോന്നുന്നതാണ് ചോദിച്ചത്. ചിലതൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കാം. പക്ഷെ 2009 കിക്മ രൂപീകരിക്കുന്നത്. അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് രൂപീകരിച്ചത്. ഓക്കെ സാർ. മറ്റേ ചിലപ്പോൾ അത് ഈ കെയ്പ്പ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പരിപാടിയാണല്ലോ. അതെങ്ങാണം ഇനി ചിലപ്പോൾ തെറ്റിദ്ധരിച്ചെങ്ങാണം ആകാനാണ് ചാൻസ്. അതാണ് അതിനുള്ള മറുപടി. വേറെന്തെങ്കിലും? നമ്മൾ 2-3 ക്വസ്റ്റ്യൻ പറഞ്ഞ കൂട്ടത്തിൽ അതിലെ സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതെല്ലാം പൂർണ്ണമായി എന്നുള്ള ധാരണയൊന്നും വേണ്ട. വേറെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ചില ക്വസ്റ്റ്യൻ നമ്മൾ പുറകിൽ പിന്നങ്ങോട്ട് ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ ഇല്ലാത്ത കാര്യം കൂടെ പറയുക. ഒരെണ്ണത്തിൽ തന്നെ എല്ലാം കൂടെ എത്രയോ പരീക്ഷകൾക്ക് നിങ്ങൾക്കറിയാം, എത്രയോ പരീക്ഷകൾ നടന്നിരിക്കുന്നു. അതിൽ ഈ അടുത്ത കാലത്തൊക്കെ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസിൻ്റെ മാത്രമാണ് ഇവിടെ കേട്ടുന്നത്. പിന്നീട് നമ്മളെ താഴോട്ട് വരുമ്പോൾ വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻസുകളൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. ഡാഷ് റോട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് ഐഡന്റിറ്റി. കോപ്പറേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആരാണ് എഴുതിയതെന്ന്. അതൊരു പുസ്തകമൊന്നുമല്ല, അതൊരു സഹകരണത്തിനൊരു വ്യക്തിത്വം. കോപ്പറേറ്റീവ് ഐഡിയോളജി എന്ന് കേൾക്കുമ്പോൾ റോബർട്ട് ഓവനെ പറ്റിയും, കോപ്പറേറ്റീവ് ഐഡന്റിറ്റി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് മെഫേഴ്സണെയാണ്. അത് ജാനല്ല, ചിലത്തൊക്കെ ഇയാനുണ്ട്, ലാനുണ്ട്, പല വാക്കുകളിലൊക്കെ ഈ ഭാഗം വരും. ഇവിടെ നമുക്ക് മെഫേഴ്സൺ എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം അത് ഐഡന്റിറ്റി വരാൻ കാരണം നിങ്ങൾക്കറിയാം. കോപ്പറേറ്റീവ് മേഖലയിൽ നാളതുവരെ എന്ന് വെച്ചാൽ 1995 കോപ്പറേറ്റീവ് ഐഡന്റിറ്റി നിലവിൽ വരുന്നത്. അതായത് ICAയുടെ സെഞ്ചുറി, അതായത് അതിൻ്റെ സെഞ്ചുറി കോൺഫറൻസ്, ICA 100 വർഷം തികയ്ക്കുന്ന 1995 പുതിയ പ്രിൻസിപ്പിൾ വരുന്നത്, പുതിയ ഡെഫിനിഷൻ വരുന്നത്, പുതിയ വാല്യൂസ് വരുന്നത്. അങ്ങനെ പുതിയ വാല്യൂസും പുതിയ ഡെഫിനിഷനും പുതിയ പ്രിൻസിപ്പിളും ഒക്കെ കൂടെ വന്ന 95 അതെല്ലാം കൂടെ ചേർത്താണ് കോപ്പറേറ്റീവ് ഐഡന്റിറ്റി ഉണ്ടാകുന്നത്. അപ്പം അത് മെഫേഴ്സൺ കമ്മിറ്റിയുടെ ആയിരുന്നു ഈ കോപ്പറേറ്റീവ് ഐഡന്റിറ്റി. അപ്പം അതൊരു ബുക്കൊന്നുമല്ല, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹൂ റോട്ട് ദ ബുക്ക് എന്നൊന്നുമല്ല. കോപ്പറേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്ന ആ ടേമിൻ്റെ ആള് നമ്മുടെ മെഫേഴ്സണാണ്. The statement on the cooperative identity defines. കാരണം കോപ്പറേറ്റീവ് ഐഡന്റിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൽ വാല്യൂസ് ഉണ്ട്, പ്രിൻസിപ്പിൾ ഉണ്ട്, ഡെഫിനിഷൻ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്ന ആ ഒരു സംവിധാനത്തെയാണ് കോപ്പറേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ കോപ്പറേറ്റീവ് ഐഡന്റിറ്റി വാസ് പ്രിപ്പയർഡ് ഇൻ 1995 ഇത് റോട്ട ചോദിച്ചത്. ആരാണെന്നാണ് അത് എന്നാന്ന് ചോദിച്ചാൽ 1995 അത് ഇത് അംഗീകരിച്ചത് ചോദിച്ചിട്ടുള്ളതാണ് 95 സെന്റിനറി കോൺഗ്രസ്, അതായത് 100ാം വാർഷിക കോൺഗ്രസ് മാഞ്ചസ്റ്റർ വെച്ച് കൂടിയപ്പോഴാണ് ഔദ്യോഗികമായിട്ട് ഇത് അംഗീകരിക്കുന്നത്. കോപ്പറേറ്റീവ് ഐഡന്റിറ്റിയിലുള്ള ഡെഫിനിഷനും പ്രിൻസിപ്പിളും വാല്യൂസും ഒക്കെ അംഗീകരിക്കുന്നത് 95 അത്
ഓർക്കുക. അപ്പം അത് ഈ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഡെഫിനിഷൻ ചോദിച്ചതിനകത്തിൽ കാൽവർട്ടിൻ്റെ ഡെഫിനിഷൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ആരായിരിക്കുമെന്ന്. ഈ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. അത് ആരാണെന്നുള്ളതല്ല, ICAR ഡെഫിനിഷനായിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത്. ബാക്കി ഉണ്ടായിട്ടുള്ള ഡെഫിനിഷൻസുകളെല്ലാം നാളിതുവരെ ഉണ്ടായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള കോപ്പറേറ്റീവ്സിൻ്റെ ഡെഫിനിഷൻസുകളാണ്. ഇതെന്ന് പറയുന്നത് നമുക്കറിയാം ICAR ഡെഫിനിഷനാണ്. ഇതൊരു വ്യക്തിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഡെഫിനിഷനല്ല. ഈ ഡെഫിനിഷൻ സംഭാവന ചെയ്യുന്ന കാര്യത്തിൽ മെഫേഴ്സൺ കമ്മിറ്റിക്ക് ഉണ്ടെങ്കിലും നമ്മളിതിനെ മെഫേഴ്സന്റെ ഡെഫിനിഷൻ എന്ന രൂപത്തിലല്ല ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇതൊരു ICAR ഡെഫിനിഷനായിട്ടാണ് അംഗീകരിക്കുന്നത്. അപ്പോൾ ആ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഡാഷ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് എൻ്റർപ്രൈസ്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവിധ പേരുകളിൽ ചോദിച്ചിട്ടുണ്ട്. അത് ഈ ഡെഫിനിഷനിലെ ഒരു വാക്കായിരുന്നു ആ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഇതൊരു എൻ്റർപ്രൈസ് ആണ് എന്ന് ഇവിടെ കിടപ്പുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം, ഇതിനകത്തിലെ പല വാക്കുകളും, ഈ ഡെഫിനിഷനിലെ പല വാക്കുകളും കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ്സ് ഡാഷൻ ചോദിച്ചതിനകത്തിൽ ഇതിലെ പല വാക്കുകളും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഓരോരോ ക്വസ്റ്റ്യനകത്ത് ഒരു ക്വസ്റ്റ്യനാണ് പറഞ്ഞത് കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഡാഷ് ഇസ് ആൻ എൻ്റർപ്രൈസ്, ഒരു ആൻസർ ആയിരുന്നു. അപ്പം നമ്മളിത് പഠിക്കുന്ന അവസരത്തിൽ കോപ്പറേഷൻ മൊത്തം പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ പോലും നമ്മളത് കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു എൻ്റർപ്രൈസ് എന്ന് മാത്രമല്ല, എന്തുവായത് കോപ്പറേഷൻ എന്ന് വെച്ചാൽ വലിയൊരു സംവിധാനമല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് അതിലെ കടന്നത് മൊത്തം കോപ്പറേഷന് കൊടുക്കാവുന്നതായിരുന്നു എങ്കിൽ പോലും പ്രധാനമായിട്ടും ഈ ഡെഫിനിഷനകത്ത് നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ വാക്കുകൾ ഓർക്കണം. ഇപ്പം തന്നെ ഇതൊരു ഓട്ടോണമസ് അസോസിയേഷൻ ആണെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. കോപ്പറേഷൻ എന്ന് പറയുന്നത് ഈസ് ആൻ ഓട്ടോണമസ് അസോസിയേഷൻ. അപ്പോൾ ഓട്ടോണമസ് അസോസിയേഷൻ എന്നുള്ളത് കമ്പൾസറി മറ്റു കാര്യങ്ങളെല്ലാം ചേർത്തുള്ള ചോയ്സുകൾ വരും. അത് ഓട്ടോണമസ് അസോസിയേഷൻ ആണെന്ന് ഓർക്കണം. പിന്നെ ഇത് വോളണ്ടറിലി യുണൈറ്റഡ് ആണെന്ന് ഓർക്കണം. അത് വോളണ്ടറി, അത് നിങ്ങൾക്ക് പൊതുവെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് കോമൺ എന്നാണ്, കോമൺ, കൊമേഴ്സ് എന്നല്ല, കോമൺ എന്നാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. കോമൺ ഇത് ഏതൊക്കെ കാര്യങ്ങളിലാണെന്ന് ചോദിച്ചാൽ ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ്സിന് വേണ്ടിയാണ്. അപ്പം ആൾ ഓഫ് ദീസ് വരും. ഇക്കണോമിക്, സോഷ്യൽ, അപ്പം കോഓപ്പറേഷൻ മീറ്റ് ദ കോമൺ ഡാഷ് എന്ന് ചോദിച്ചാൽ ഇക്കണോമിക്, എ, സോഷ്യൽ, ബി, കൾച്ചറൽ, ഡി, ആൾ ഓഫ് ദീസ്. അപ്പം അതാണ് ഇതൊരു ഇക്കണോമിക്കും സാമ്പത്തികമായും സാമൂഹ്യമായും സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ കൈകാര്യം ചെയ്യുന്നൊരു സ്ഥാപനമാണ് കോഓപ്പറേഷൻ. ഇതൊരു ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡാണ്. അത് നിങ്ങൾക്കറിയാം, ഈ നമ്മുടെ ഇതിൻ്റെ തൊട്ടടുത്ത് എടുക്കാൻ പോകുന്നൊരു ക്വസ്റ്റ്യനകത്തിൽ തന്നെ അതുണ്ടായിരുന്നു. അത് ആ ക്വസ്റ്റ്യനകത്തിൽ തന്നെ കാണും നിങ്ങൾ. ഇതൊരു ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ പല ആ ക്വസ്റ്റ്യൻ എല്ലാം കൂടി നിരത്തിപ്പിടിച്ച് എഴുതുന്നതിന് പകരം നിങ്ങൾ ഈ ഡെഫിനിഷൻ കാണാൻ പഠിക്കാമെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെന്ന് പറയുന്ന ഈ റാങ്ക് മേക്കിംഗ് പോയിന്റ്സുകളാണ്. നിങ്ങൾ പല വർഷങ്ങളും ചില സ്ഥാപനങ്ങളും ഉൽപ്പന്നങ്ങളും നിയമത്തിൻ്റെ സെക്ഷനും ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും. ചില ക്വസ്റ്റ്യൻസുകൾ വളരെ
ചെറുതായിരിക്കും. കോപ്പറേഷൻ ഈസ് എ ഡാഷ് എന്നായിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ അതൊന്നും അങ്ങനെ ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് അങ്ങനെ പഠിച്ചിട്ടുള്ളവരായിരിക്കത്തില്ല. അതെല്ലാം ഈ ഡെഫിനിഷനകത്ത് നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ വാല്യൂസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം. ഇതിൽ ഒരെണ്ണം കൂടി ഉണ്ട്, സെൽഫ് ഹെൽപ്പ്. ഇതില് നമ്മൾ വേറൊരു ക്വസ്റ്റ്യനകത്തില് വേറെ ഈ ഇനി പഠിപ്പിക്കാൻ പോകുന്നൊരു ക്വസ്റ്റ്യനിൽ തന്നെ വരുന്നുണ്ട്, ആ ചോദ്യം തന്നെ വരുന്നുണ്ട്. അതില് ഓട് വണ്ണിനെ ഔട്ടാക്കാനാണ്, ഒറ്റയാനെ പുറത്താക്കാനാണ്. എന്നുവെച്ചാൽ അത് വാല്യൂസ് 3 തന്നിട്ട് ഇതിനകത്തുള്ള ഇത്രയും വാല്യൂസിനകത്തിൽ 3 വാല്യൂസ് മാത്രം തന്നിട്ട് വാല്യൂസ് അല്ലാത്ത ഒരെണ്ണം അത് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ആ ചോദ്യം വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് താഴെ പറയുന്നതിനകത്തിലെ വാല്യൂസ് ഏതൊക്കെയെന്ന് ചോദിക്കാൻ ഇത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യന് അതിലങ്ങനെ വിച്ച് ഓഫ് ദ ഫോളോ അല്ലെങ്കിൽ വാല്യൂസ് ഓഫ് കോപ്പറേഷൻ എക്സ്പ്ലെയിൻ വാല്യൂസ് എന്ന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്കില്ലാത്തത് കൊണ്ട് അതിൽ 3 വാല്യൂസ് ഇട്ടിട്ട് വാല്യൂസ് അല്ലാത്ത ഒരെണ്ണം നൽകിയിട്ട് ഏതാണ് ഒറ്റയാൻ എന്നുള്ള രൂപത്തിലാണ് ചോദിച്ചത്. നമ്മൾ ആ ക്വസ്റ്റ്യൻ കാണും. ഏതായാലും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കെയറിങ് അതേഴ്സ്, ഹോണസ്റ്റി ആൻഡ് ഓപ്പൺനെസ്, അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യനകത്ത് പറയും. ഇതെല്ലാം ഓൾഡ് വാല്യൂസ് ആണ്. അപ്പോൾ ഓൾഡ് വാല്യൂസിനകത്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കെയറിങ് അതേഴ്സ്, ഹോണസ്റ്റി തന്നിട്ട് വേറൊന്നായിരിക്കും തരുന്നത്. വേണമെങ്കിൽ വേറെ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ അതിൽ ന്യൂ വാല്യൂസ് കയറ്റാം. ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കെയറിങ് അതേഴ്സ്, ഹോണസ്റ്റി, മറ്റൊന്ന് ഇക്വാളിറ്റിയും കൂടെ തന്നാൽ ഓട് വണ്ണിനെ ഔട്ടാക്കാൻ പറഞ്ഞാൽ നമ്മളിതെല്ലാം വാല്യൂസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ വാല്യൂസ് അല്ലാത്ത ഒന്നുമില്ല. അപ്പം നമ്മൾ ചിന്തിക്കണം. അപ്പം ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കണം. ഓൾഡ് വാല്യൂസും ന്യൂ വാല്യൂസും പ്രത്യേകം പഠിക്കണം. എന്നാൽ നമ്മൾ ഇപ്പം തൊട്ട് അടുത്ത 26 തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന അവസരത്തിൽ അതിൽ ഒറ്റയാനെ പുറത്താക്കാൻ പറഞ്ഞപ്പോൾ 3 വാല്യൂ തന്നിട്ട് ഇതിലൊന്നും ഉൾപ്പെടാത്തൊരു വാല്യൂ ആണ് നൽകിയത് കൊണ്ട് അതങ്ങനെ ആയതുകൊണ്ട് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പിള്ളേർക്ക് എഴുതാൻ പറ്റിക്കാണും. പക്ഷേ ഇതിങ്ങനെ ചോദിച്ചാൽ കുഴഞ്ഞു പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഡിവൈഡ് ചെയ്ത് തന്നെ പഠിച്ചു വെക്കുക. ഇതെല്ലാം ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചത് കൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ പറയാം എന്നുള്ള ക്വസ്റ്റ്യൻ്റെ എങ്ങനെയാണ് ചോദിച്ചതെന്ന് പറയാം. അപ്പം കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് തരുന്നത്. അപ്പം ഇവിടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഇവിടെ സെൽഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് തിരിഞ്ഞു പോകരുത്. ഒന്ന് ഓൾഡിനകത്തിൽ സോഷ്യലും ന്യൂവിനകത്തിൽ സെൽഫുമാണ് എന്ന് ഓർക്കുക. ന്യൂവിനകത്തിൽ 2 സെൽഫുണ്ട്, സെൽഫ് ഹെൽപ്പും സെൽഫ് റെസ്പോൺസ്. അപ്പോൾ സെൽഫ് മൊത്തം ന്യൂവിലാണ് ചിന്തിക്കുക. പിന്നെ ഡെമോക്രസി, ഇക്വാളിറ്റി, ഇക്വിറ്റി ആൻഡ് സോളിഡാരിറ്റി. അപ്പം ഇത് പിന്നെയും നമ്മളെ ഡെഫിനിഷനും പ്രിൻസിപ്പിൾ വേറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ വാല്യൂസ് മൊത്തത്തിലാണ് തന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാർ, ഈ കോപ്പറേറ്റീവ് എത്തിക്സ് എന്ന് പറയുന്നത് എന്തോ എത്തിക്സ് ആണ് വാല്യൂസ്. അത് ന്യൂ ആണോ ഓൾഡ് ആണോ? അത് പ്രത്യേകിച്ച് ഒരു ന്യൂ ആണ്. ന്യൂ ആയാലും ഓൾഡ് ആണെങ്കിൽ പ്രത്യേകിച്ച് ചോദിക്കും. ഇപ്പോൾ ന്യൂ വാല്യൂസിനാണ് പ്രസക്തി ഉള്ളത്. എങ്കിലും ഓൾഡ് വാല്യൂസ് തന്നെയാണ്. എന്തായിരുന്നാ ചോദിച്ചതിന് കാരണം? അല്ല, എത്തിക്സ് വാല്യൂ ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതില് സെൽഫ് റെസ്പോൺസിബിലിറ്റി ആണ് ആൻസർ. ബാക്കിയൊക്കെ ചോയ്സ് ഏതായിരുന്നു? നേരത്തെ ഇത് തന്നിരിക്കുന്നത് ഇതേ
അതെ അതെ. അത് മറ്റൊരു രീതിയിലുള്ള ചോദ്യം വന്നത്. കാരണം ഇത് വാല്യൂസ് തന്നെയാണ്. അതൊരു ആ ചോദ്യത്തിനകത്തിലൊരു അവ്യക്തമായ ചോദ്യമാണെങ്കിലും അതിൽ നമുക്ക് ഇതൊന്നും എഴുതാനൊക്കെ കാരണം ഇതെല്ലാം ഓൾഡ് വാല്യൂസ് ആയതുകൊണ്ട് ഇതിൽ ഉൾപ്പെടാത്ത ഒരെണ്ണം ഇതായതുകൊണ്ട് നമുക്ക് അത് ആൻസറായിട്ട് അങ്ങ് എഴുതാവുന്നുള്ളതേ ഉള്ളൂ. അതാണ് ഈ ഓഡ് വൺ ഔട്ട് പോലുള്ളൊരു ചോദ്യം വരുന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഓൾഡ് വാല്യൂസും ന്യൂ വാല്യൂസും കൂടെ ചേർത്തുകൊണ്ടുള്ള, അങ്ങനെ പ്രത്യേകിച്ച് ഇത് മാത്രം എത്തിക്സിൽ ബാക്കിയെല്ലാം മോശപ്പെട്ട അങ്ങനെയൊന്നുമില്ല. എല്ലാം വാല്യൂസ് തന്നെയാണ്. ഉദ്ദേശിച്ചത് ഇതിലല്ലാത്ത ഒരെണ്ണം എടുത്തിട്ട് ആൻസർ ആക്കാൻ വേണ്ടി ആയിരുന്നിരിക്കാം. അടുത്തത്, ഫസ്റ്റ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ഡിക്ലെയർഡ് ബൈ UN ജനറൽ അസംബ്ലി. ആദ്യത്തെ ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ആയിട്ട് പ്രഖ്യാപിച്ചത് 2012 ഫസ്റ്റ് 2012 സെക്കൻഡ് 2025. ഇപ്പൊ 2 പ്രാവശ്യമാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ആയിട്ട് 2 പ്രാവശ്യം UNO ആണ് ഓരോ വർഷവും ഏതിന് പ്രാധാന്യം കൊടുക്കുന്ന വർഷമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതിൽ 12 നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ആയിട്ട് പ്രഖ്യാപിച്ചു. ഇക്കഴിഞ്ഞ വർഷം 2025 ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ആയിട്ട് പ്രഖ്യാപിച്ചു. പിന്നെ ആദ്യത്തെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ആഘോഷിച്ചത് ഡേ ആണ്. ഇയർ 2 വട്ടമേ ഉള്ളൂ, 12 25. ഡേ 23 ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നുള്ളതേ ഉള്ളൂ, പരീക്ഷയ്ക്ക് ചോദിച്ചത്. പിന്നെ സ്ലോഗൻ ഓഫ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ്. ഫസ്റ്റ് ആദ്യത്തെ ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സിന്റെ സ്ലോഗൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് കോപ്പറേറ്റീവ് എന്റർപ്രൈസസ് build a better world. Cooperative is an enterprise. Cooperative enterprise build a better world എന്നാണ് അതിൻ്റെ സ്ലോഗൻ. എന്നാൽ രണ്ടാമത്തെ ഇന്റർനാഷണൽ അത് തന്നെയാണ്, പക്ഷേ ഇവിടുത്തെ എന്റർപ്രൈസ് ഇല്ല. എന്റർപ്രൈസ് ഒഴിവാക്കിക്കൊണ്ട് കോപ്പറേറ്റീവ്സ് ബിൽഡ് ബെറ്റർ വേൾഡ് എന്നാണ് ആ സ്ലോഗൻ. അതാണ് 2 സ്ലോഗൻ തമ്മിലുള്ള വ്യത്യാസം. അപ്പം സെക്കൻഡ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സിന്റെ സ്ലോഗൻ ആയിരിക്കാം. അത് ചോദിച്ച ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് ചോദിക്കുമ്പോൾ അത് ചിന്തിക്കണം. ഇപ്പം ഒരെണ്ണം ഓർക്കേണ്ടത് 2012 ചോദിച്ചിട്ടുണ്ട് ഇപ്പം. അപ്പം 2025 സെക്കൻഡ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ആയിട്ട് പോലും 26 ചോദിച്ച ചോദ്യം 12 ആദ്യത്തെയാണ് ചോദിച്ചത്. ഇവിടെ സെക്കൻഡ് ഇത് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. കോപ്പറേറ്റീവ് എന്റർപ്രൈസ് ബിൽഡ് എ ബെറ്റർ വേൾഡ്. അതുകൊണ്ട് ചിലപ്പോൾ ഇനിയും അടുത്തൊരു ക്വസ്റ്റ്യനകത്തിൽ ഈ സെക്കൻഡ് ഇന്റർനാഷണൽ ഓഫ് കോപ്പറേറ്റീവ്സിന്റെ സ്ലോഗൻ, അതായത് ക്വസ്റ്റ്യൻ ഇടുന്ന ഒരാൾ തൊട്ട് മുമ്പലത്തെ ക്വസ്റ്റ്യനോടൊക്കെ ഒന്ന് നോക്കിയിട്ടാണല്ലോ ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതായിട്ട് കാണുമ്പോൾ എന്നാൽ ഇപ്രാവശ്യം സെക്കൻഡ് ചോദിച്ചേക്കാം എന്നൊരു ചിന്താഗതി ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ഇടുന്നതിൻ്റെ ഒരു രീതിയാണ്. അതാണ് ക്വസ്റ്റ്യൻ്റെ ഇടുമ്പോൾ പഴയ ക്വസ്റ്റ്യനൂടെ നോക്കിക്കൊണ്ട് ഇടുമ്പോൾ ഉള്ളൊരു വ്യത്യാസം. അതുകൊണ്ടാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പഴയ ക്വസ്റ്റ്യൻസുകൾ, അതായത് മുൻകാല ക്വസ്റ്റ്യൻസുകളൊക്കെ പഠിക്കുമ്പോൾ തന്നെ അതിനോടനുബന്ധമായ ചില ക്വസ്റ്റ്യനും കൂടെ നമ്മളത് ചേർക്കുന്നുണ്ട് ഇതിനകത്തിൽ. അതുകൊണ്ടാണ് ചില പരീക്ഷയ്ക്ക് ചോദിക്കാത്ത ചില ക്വസ്റ്റ്യൻസുകളും ഇതിനോടൊപ്പം വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇപ്പം തന്നെ സെക്കൻഡ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല. സെക്കൻഡ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സിൻ്റെ സ്ലോഗൻ ചോദിച്ചിട്ടില്ല. ഓൾറെഡി ഫസ്റ്റിൻ്റെ സ്ലോഗനും ചോദിച്ചിട്ടുണ്ട്, ഫസ്റ്റിൻ്റെ വർഷവും ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇടുന്നതിനകത്ത് വേണമെങ്കിൽ സെക്കൻഡ് ഇന്റർനാഷണലിൻ്റെ വർഷം ചോദിക്കാം.
അല്ലെങ്കിൽ സെക്കൻഡിൻ്റെ സ്ലോഗൻ ചോദിക്കാം. അതുകൊണ്ട് നമ്മൾ അതിനോട് അങ്ങനെ ഒരു രീതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതുകൂടി അതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനോടൊപ്പം തന്നെ (2025) നമ്മുടെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ച് ICAയുടെ ഗ്ലോബൽ കോൺഫറൻസ് നടന്നിരുന്നു. അത് ഇന്ത്യയിൽ വെച്ചായിരുന്നു. അത് 2024 ഭാരത് മണ്ഡപത്തിൽ വെച്ച് ഈ ഗ്ലോബൽ കോൺഫറൻസ് അത് നവംബർ 25 മുതൽ 30 വരെയായിരുന്നു നടന്നത്. അത് ഈ ഒരു 2030 എന്നുള്ളത് തെറ്റാണ്. ഇത് നടന്ന വർഷമാണിത്. അത് നടന്ന സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ പേര് ന്യൂഡൽഹിയാണ്. അവിടെ നടന്ന ആ പ്രത്യേക സമ്മേളനം നടന്ന സ്ഥലത്തിന് ഭാരത് മണ്ഡപം എന്നറിയപ്പെടും. അവിടെ വെച്ചാണ് ഇന്റർനാഷണൽ ICAയുടെ ഗ്ലോബൽ കോൺഫറൻസ്. അപ്പം അത് ഡൽഹി വെച്ച് നടന്നതായതുകൊണ്ട്, നമ്മുടെ രാജ്യത്ത് വെച്ച് നടന്നതായതുകൊണ്ട് വേണമെങ്കിൽ ഇതിനോടൊപ്പം ചോദിക്കാമല്ലോ എന്ന് കണ്ടുകൊണ്ട് നമ്മളത് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അടുത്ത ഹെഡ്ക്വാർട്ടർ ഓഫ് മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. അപ്പോൾ ആകെ 3 റീജിയണൽ ആണെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എപ്പോഴും ഈ മലബാറിൻ്റെയാണ് ചോദിക്കുന്നത്. കാരണം മറ്റു രണ്ടും ചോദിക്കാൻ 3 ഉണ്ടെങ്കിലും ഹെഡ്ക്വാർട്ടർ ചോദിക്കാൻ പറ്റിയ സാഹചര്യമല്ല. കാരണം അതിൻ്റെ പേരിനോട് തന്നെ എൻ്റെ ഹെഡ്ക്വാർട്ടർ ഉണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ ചോദിക്കുന്നത് വലിയതായിട്ടില്ലാത്തത്. മലബാറിനോടൊപ്പം ഏതൊരു ജില്ലയുടെ പേരനത്തിലില്ല, മലബാർ എന്നാണ്. അപ്പം മലപ്പുറം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്നല്ല, മലബാർ എന്നാണ്. അതുകൊണ്ട് അതിൻ്റെ ഹെഡ്ക്വാർട്ടർ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിപ്രാവശ്യം ചോദിച്ചിരിക്കുന്നു. അത് കോഴിക്കോടാണ്. പിന്നെ നിങ്ങൾക്കറിയാം, തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റെ തിരുവനന്തപുരമാണ്. എറണാകുളം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റേത് എറണാകുളമാണ്. മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റെ മാത്രമാണ് കോഴിക്കോട് വരുന്നത്. അപ്പോൾ അതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. എത്ര റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ കേരളത്തിലുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 3 എന്നുള്ളതാണ് എൻ്റെ ആൻസർ. അതിൽ MRCMP എന്ന് വെച്ചാൽ മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സിന് 89-ലും, എറണാകുളം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ 85-ലും, ട്രിവാൻഡ്രം 85-ലും, 2 85-ലും, 1 89-ലുമാണ്. ഇതിൻ്റെ പേരുകൾ നേരത്തെ വേറെ ചില സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ വർഷങ്ങൾ വേറെയാണ്. പക്ഷേ ഈ പേരിൽ ഈ 3 റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്ന പേരിൽ അറിയപ്പെട്ടപ്പോൾ 85, 85, 89-മാണ്. അപ്പം അത്രയുമാണ് ഈ പരീക്ഷയ്ക്കുള്ള, ഈ എക്സാമിനുള്ള കോഓപ്പറേഷൻ്റെ ക്വസ്റ്റ്യൻസുകളൊക്കെ തീർന്നു.